സമസ്തയിൽ നിന്നൊരു ഭിന്ന സ്വരം ഒരു കാര്യത്തിലും ഉണ്ടാവരുത് എന്ന് പലതവണ സമസ്തയുടെ വിഭാഗം തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്നലെ ഉമർ ഫൈസി ഇക്കാര്യം പറയുമ്പോൾ സാമുദായിക പാർട്ടി ഇതിനൊരു നിലപാടെടുത്തില്ല എന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്. കാരണം സാമുദായിക പാർട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ് ഉദ്ദേശിച്ചതെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടി ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരം വിഷയമുണ്ടാകുമ്പോൾ അത് പാർട്ടി തലത്തിലല്ല കൈകാര്യം ചെയ്യുക. കാരണം മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. മതപരമായി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സമുദായത്തിലെ എല്ലാ സംഘടനകളെയും വിളിച്ചു കൂട്ടും. ആ സംഘടനാ നേതാക്കളുടെ ഒരു യോഗം തങ്ങൾ വിളിച്ചാൽ എല്ലാവരും കൂടും. അങ്ങനെ എല്ലാവരും യോജിപ്പിക്കുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ. കോഴിക്കോട് യോഗം വിളിച്ചു. ആ യോഗത്തിൽ ചർച്ച ചെയ്തതിന് ശേഷം ആ യോഗം തീരുമാനിച്ചത് ഈ വിഷയം ഗവൺമെൻറ്റിന് മുമ്പിൽ വെച്ച് ഗവൺമെൻറ് എന്ത് ചർച്ചയ്ക്ക് വിളിച്ചാലും പാർട്ടി പോകും, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട മതസംഘടനകൾ പോകും. അവരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി, ഫറൂഖ് കോളേജിനെയും വിളിച്ചുകൂട്ടി, കയ്യേറ്റക്കാരുടെ പ്രതിനിധികളെയും വിളിച്ചുകൂട്ടി, അല്ലെങ്കിൽ അവിടെ പണം കൊടുത്ത് വാങ്ങിയവരെയും വിളിച്ചുകൂട്ടി ഗവൺമെൻറ് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കണമെന്ന് പറയാൻ കാരണം ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ്. വഖഫ് അല്ല എന്ന് തങ്ങളോ യോഗമോ പറഞ്ഞിട്ടില്ല, ഒരു മുസ്ലിം സംഘടനയും പറഞ്ഞിട്ടില്ല. ഒരു സംഘടന എന്ന രീതിയിൽ ഇത് ഫറൂഖ് കോളേജിൻ്റെ ഭൂമി എന്ന രീതിയിൽ ചിലർ തെറ്റിദ്ധരിച്ചു. ഫറൂഖ് കോളേജ് മുസ്ലിം ലീഗ് ത്യാഗം ചെയ്തുണ്ടാക്കിയ ഒരു കോളേജാണ്. ആ കോളേജ് ഇപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിയല്ല ഭരിക്കുന്നത്, അതിപ്പോൾ വേറെ ഒരു ടീമിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞാൽ അവരിൽ മുസ്ലിം ലീഗുകാരുണ്ടാവാം, ഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരല്ലാത്തവരാകാം. അതൊരു സമ്പന്നരായ പ്രഗത്ഭരായ കോഴിക്കോട്ടെ പ്രധാനികളായ ആളുകളാണ് ഇപ്പോൾ ഇതിൻ്റെ കമ്മിറ്റി. അതോടൊപ്പം തന്നെ വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് സ്വത്ത് എന്തിനാണ് ഈ കോളേജിന് കൊടുത്തതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവിടെ റൗദത്തുൽ ഉലൂം എന്നൊരു അറബി കോളേജ് ഉണ്ട്. ഡീഡിൽ അത് പറയുന്നുണ്ട്, മതപരമായ കാര്യങ്ങൾ നടത്തുമ്പോൾ അതിന് വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്. ആ അറബി കോളേജ് ഉള്ളത് കൊണ്ടാണ് അവിടെ കൊടുത്തത്. ഇവിടെ മുസ്ലിം ലീഗ് കടമ നിർവഹിക്കാതിരുന്നിട്ടില്ല. കാരണം മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? മുസ്ലിം ലീഗിൻ്റെ നേതാവല്ലേ ബഹുമാനപ്പെട്ട തങ്ങളല്ലേ യോഗം വിളിച്ചത്? ആ യോഗത്തിൽ വെച്ചല്ലേ പറഞ്ഞത് ഗവൺമെൻറ് തീർക്കണം. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെയല്ല. ഇതിൽ വലിയ പ്രശ്നം ഞാൻ 1 by 1 ആയിട്ട് പറയാം. ശരിക്ക് നമ്മൾ സഹിഷ്ണുതയോടെ മനസ്സിലാക്കണം. ആധാരത്തിൽ വഖഫാണ് ഒരു പോയിന്റ്. 2, നിസാർ കമ്മീഷൻ്റെ ഫൈൻഡിങ് അത് വഖഫാണെന്നാണ്. പറവൂർ കോർട്ട് പറഞ്ഞത് വഖഫാണെന്നാണ്. ഇനി കോർട്ടിൻ്റെ 2 ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇതിൽ. ഈ 2 ജഡ്ജ്മെൻറ്റ് നോക്കൂ. ഇതിലുള്ള ആദ്യത്തെ ജഡ്ജ്മെൻറ്റ് ശരിക്ക് 1971 ജൂലൈ 12 വാമദേവൻ എന്ന് പറയുന്ന ജഡ്ജിയുടെ വിധി കോപ്പിയാണത്. എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിച്ചു. ഇതിൽ അദ്ദേഹം പറവൂർ കോടതിയിൽ സബ് ജഡ്ജാണ് ഇദ്ദേഹം പറയുന്ന ആ വിഷയം വഖഫാണെന്നാണ്. അതുപോലെ തന്നെ അതിനെതിരെ അപ്പീൽ പോയിട്ടുണ്ടല്ലോ. ഹൈക്കോടതിയിലെ ജഡ്ജിമാർ കെ ഭാസ്കരനും ജി ബാലഗംഗാധരൻ നായരും 1975 സെപ്റ്റംബർ 30 വെച്ച വിധിയാണത്. ഇവർ രണ്ടും പറയുന്നത് വഖഫ് ഭൂമിയാണെന്ന്. പറയട്ടെ മുഴുവൻ പറയട്ടെ. അതുപോലെ തന്നെ അതിനേക്കാൾ തെളിവ് ഇത് വഖഫ് ഭൂമിയാണ് എന്ന ഈ പുസ്തകം നിങ്ങൾക്കറിയാം. ജയരാജൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ജയരാജൻ്റെ പുസ്തകമാണ്. ഇതിൽ ഒരുപാട് വസ്തുതകൾ അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാം ശരിയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. ഇതിൽ അദ്ദേഹം ഇതിൻ്റെ കൃത്യമായ പേജ് പറഞ്ഞാൽ 201 പേജിൽ അദ്ദേഹം പറഞ്ഞാൽ വായിക്കാം. നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. 15ാം റിപ്പോർട്ടിൽ ഗുരുതരമായ ക്രമക്കേടുകളാണ് കമ്മീഷൻ കണ്ടെത്തിയത്. ഫാറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് കമ്മിറ്റി സെക്രട്ടറി 22/46/1992 കുഴപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വിൽപ്പന ആധാരപ്രകാരം 21/15/1950 ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ഒരു ദാനാധാരമായി തെറ്റിദ്ധരിപ്പിച്ച് അത് ഫാറൂഖ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രസിഡന്റിന് വിൽപ്പന നടത്തിയത് അതിഗുരുതരമായ തിരിമറിയാണെന്ന് കമ്മീഷൻ കണ്ടെത്തി. ഇതിൽ അദ്ദേഹം പറഞ്ഞ വാചകം വഖഫ് ചെയ്യപ്പെട്ട ഭൂമി എന്നാണ്. കോളേജ് ദാനാധാരമെന്ന് തെറ്റിദ്ധരിപ്പിച്ചതാണ്. അപ്പോൾ ജയരാജൻ പറയുന്നത്, ഇദ്ദേഹം പറയുന്നത് വഖഫ് ഭൂമിയാണെന്നാണ്, കോടതി പറയുന്നതും അങ്ങനെയാണ്, ആധാരം പറയുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഉമർ ഫൈസി ഇത് വഖഫാധാരമാണ് എന്ന് പറഞ്ഞത് തെറ്റല്ല. പക്ഷെ സാമുദായിക സംഘടന ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് തെറ്റാ. അത് രണ്ടും രണ്ടാണ്. തെറ്റായും കാണണം, ശരിയായും കാണണം.